നെക്സ്റ്റ് ടോപ്പിക് ഹാൻഡ് ഹൈജീൻ. ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇതിൽ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക് ഹാൻഡ് ഹൈജീൻ. ജെംസ് ആർ ഫൗണ്ട് ജസ്റ്റ് അബൌട്ട് എവരിവെയർ. നമുക്കറിയാം, എല്ലായിടത്തും കാണുന്നുണ്ട്. നമ്മളുടെ ഹാൻഡ് വഴി ഏറ്റവും കൂടുതൽ ജെംസ് പടരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് സർഫസിലോ അല്ലെങ്കിൽ ഫുഡോ നമ്മുടെ ഹാൻഡ്സ് കൊണ്ട് ടച്ച് ചെയ്തിട്ട് അത് നമ്മളുടെ വായിലേക്ക് വെക്കും. അത് നമ്മളുടെ അകത്തേക്ക് പോകും. അത് ഏറ്റവും വലിയ രീതിയിൽ ജേംസ് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അതേപോലെ നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ് ആനിമൽസ്, അല്ലെങ്കിൽ നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും, ഇപ്പൊ മറ്റുള്ളവരുടെ ആണെങ്കിലും തുമ്മുകയോ ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മേത്തേക്കൊക്കെ വീഴുന്ന എന്തെങ്കിലും ഡ്രോപ്ലെറ്റ്സ് ഒക്കെ നമ്മൾ അറിയാതെ കൈകൊണ്ട് തൊടുവോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മറ്റ് അസുഖങ്ങളുള്ളവരെയൊക്കെ തൊടുന്നതെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ഈ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വഴി ഒന്നില്ലെങ്കിൽ നമ്മളുടെ കൈകൾ മൂലം നമ്മളിലേക്ക് തന്നെ വരും, അല്ല എങ്കിലും മറ്റുള്ളവരിലേക്ക് നമ്മളുടെ അസുഖങ്ങളൊക്കെ പകരാനുള്ള ചാൻസ് അധികമാണ്. Good hand washing is the single most effective way of stopping germs from getting into our bodies and causing infection. നല്ല വൃത്തിയായിട്ട്, കൊറോണയുടെ കാര്യത്തിൽ ഇന്നലെ പറഞ്ഞതുപോലെ ഈ കൊറോണ വന്നതോടെ എല്ലാവരും നന്നായിട്ട് കൈ കഴുകാൻ പഠിച്ചു. അത്രയും നല്ല വൃത്തിയായിട്ട് കൈ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ജേംസിന്റെ വളർച്ചയ്ക്കും ഒരു ഒരു ബ്രേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ജേംസ് ഫ്രം ഗെറ്റിംഗ് ഇൻ ടു അവർ ബോഡീസ്, നമ്മളുടെ ശരീരത്തിലേക്ക് കയറുന്നത് അവസാനിപ്പിക്കാം. അതേപോലെ ഇൻഫെക്ഷന് കാരണമാകുന്നത് ഇതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. ഇൻ പർട്ടിക്കുലർ സ്റ്റഡീസ് ഷോ ദാറ്റ് ഗുഡ് ഹാൻഡ് വാഷിംഗ് ആഫ്റ്റർ നാപ്പി ചേഞ്ചിങ് ആൻഡ് യൂസിംഗ് ദ ടോയ്ലറ്റ് റെഡ്യൂസസ് ദ സ്പ്രെഡ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻസ് ഇൻ നഴ്സറീസ്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് നഴ്സറീസിൽ, അതായത് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അവരുടെ നാപ്പി ചേഞ്ച് ചെയ്യുന്ന സമയത്തും അതേപോലെ ടോയ്ലറ്റിലും യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളത്. അത് കുട്ടികളിൽ ഉണ്ടാവുന്ന കുടൽ സംബന്ധമായ ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻസിന് എല്ലാത്തിനും ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത്, ഈ രോഗം വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല പരിഹാരം ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാ. Thorough washing with soap and running water removes most germs from our hands. നമ്മളിത് ഇപ്പൊ ഈ ഇടയായിട്ട് സ്ഥിരമായി കേൾക്കുന്നതാണ്. ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് സാനിറ്റൈസറിനേക്കാളൊക്കെ ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നല്ല സോപ്പും വെള്ളവും ഒഴിച്ച്, അതായത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം ടാപ്പ് തുറന്നിട്ട് കഴുകാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് ആ രീതിയിൽ ചെയ്യുന്നതാണ്. അത്രയും റണ്ണിങ് വാട്ടറിൽ നല്ല സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായിട്ട് കഴുകുന്നത് റിമൂവ്സ് മോസ്റ്റ് ജേംസ് ഫ്രം അവർ ഹാൻഡ്സ്, നമ്മളുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ട് ഒഴിവാക്കി കളയും അല്ലെങ്കിൽ പുറത്താക്കും എന്നാ പറയുന്നത്. ലിക്വിഡ് സോപ്പ് ഈസ് ബെറ്റർ ദാൻ സോളിഡ് സോപ്പ്. അത് നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ്. ഒരാൾ ഉപയോഗിച്ച സോപ്പ് അല്ലെങ്കിൽ അതായത് സോളിഡ് സോപ്പ് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും നല്ലത് ലിക്വിഡ് സോപ്പാണ്. കാരണം ലിക്വിഡ് സോപ്പ് ആകുമ്പോൾ നമ്മളുടെ മറ്റൊരാൾ തൊട്ടത് നമ്മൾക്ക് തൊടേണ്ടി വരുന്നില്ല. അപ്പൊ ആ കണ്ടാമിനേറ്റഡ് എന്തെങ്കിലും മലിനമായിട്ടുണ്ട് അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചീത്തയായിട്ടുണ്ടെങ്കിലൊന്നും അത് പിന്നീട് എടുക്കുന്ന ഒരാളെ ബാധിക്കുന്നതല്ല. യൂസിങ് ആൻ ആന്റി ബാക്ടീരിയൽ ലിക്വിഡ് സോപ്പ് ഗിവ്സ് ബെറ്റർ പ്രൊട്ടക്ഷൻ. ഏറ്റവും നല്ലത് ആന്റി ബാക്ടീരിയൽ ലിക്വിഡ് സോപ്സ് ഉപയോഗിക്കുന്നതാണ്. ഇൻ സർക്കംസ്റ്റാൻസസ്, example, when a child has an infectious diseases, it may be necessary to disinfect hands with an alcohol disinfect solution. ചില സമയത്ത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സാനിറ്റൈസർ, ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾ സാനിറ്റൈസർ പോലെ ആൽക്കഹോൾ ഡിസിൻഫെക്ട് സൊല്യൂഷൻസ് അടങ്ങിയ ഡിസിൻഫെക്റ്റന്റ് ഹാൻഡ് വാഷേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഡിസ്പോസിബിൾ പേപ്പർ ടവൽസ് എന്നാട്ടോ, ഇവിടെ ഫ്ലവേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത് പേപ്പർ ടവൽസ് എന്നാട്ടോ വാക്ക്. ഡിസ്പോസിബിൾ പേപ്പർ ടവൽസ് ആർ ദ ബെസ്റ്റ് ഒപ്പീനിയൻ ഫോർ ഡ്രൈയിങ് ഹാൻഡ്സ് ബിക്കോസ് ഡാം ടവൽസ് ക്യാൻ ഹാർബർ ജേംസ്. അതായത് ഏറ്റവും നല്ലത് എപ്പോഴും കൈ തൂക്കാനായിട്ട് എപ്പോഴും ഡിസ്പോസിബിൾ പേപ്പർ ടവലുകൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളിതൊരു സ്കൂളിന്റെ കേസിൽ അല്ലെങ്കിൽ കുറച്ചധികം കുട്ടികളുള്ള ഒരു കിൻഡർ ഗാർഡന്റെ കേസിലാട്ടോ ഈ പറയുന്നത്. ഇപ്പൊ വീട്ടിൽ നമുക്ക് തരുവരെ ഡിസ്പോസിബിൾ പേപ്പർ ടവൽ ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമ്മൾക്ക് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിലും മാക്സിമം അയാൾ ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തോർത്ത് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സോപ്പൊന്നും മറ്റു കുട്ടികൾക്ക് ആ സമയത്ത് കൊടുക്കാതിരിക്കുക. കാരണം ഇതിലൂടെയൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജേംസ് പടരാൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് പടരാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പോ ഈ
ഡാംപ് ടവൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന നനഞ്ഞതാണ്. കാരണം ഒരാൾ തൂത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ട് അതിനൊരു നനവ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ കുട്ടികളിൽ നനഞ്ഞ ടവലുകളൊക്കെ ഉപയോഗിക്കുന്നതിലും പകരം ഇത് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആന്റിമാർ, ആയമാർ, അവരാരാണെങ്കിലും സ്കൂളിൽ ബേസ് ചെയ്ത് ആരാണോ കുട്ടികളെ നമുക്ക് ആ സമയത്ത് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അവരും അടക്കം ചെയ്യേണ്ടത് തുണിയിൽ അല്ലെങ്കിൽ നനഞ്ഞ ടവലുകളിൽ അല്ലെങ്കിൽ ഉണങ്ങിയ ടവലാണെങ്കിലും പിന്നീട് അവരത് ഉപയോഗിക്കുന്നത് കൊണ്ട് ടവലുകൾ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. പകരം ഡിസ്പോസിബിൾ നമുക്ക് പേപ്പർ ടവൽസ് എടുക്കാം. അതിന് ഇനി എല്ലാത്തിന്റെയും ഡൂസും ഡോൺസും ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കുന്നത്. ഇനി ഡൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊവൈഡ് സ്യൂട്ടബിൾ ഹാൻഡ് വാഷിംഗ് ആൻഡ് ഡ്രൈയിങ് ഫെസിലിറ്റീസ്. സ്കൂളുകളിൽ, ചെറിയ കുട്ടികളുള്ള സ്കൂളുകളിൽ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമാണ് കൃത്യമായിട്ടുള്ള സ്യൂട്ടബിൾ ഹാൻഡ് വാഷിങ്ങും അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം അത് അവർക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു ടർക്കി തന്നെ എല്ലാ കുട്ടികൾക്കും കൊടുക്കരുത്. കോമൺ ആയിട്ട് നമുക്കറിയാം ഡിസ്പോസിബിൾ പേപ്പേഴ്സ് ഇപ്പൊ നമുക്ക് കുറെ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഡ്രൈയിങ് ഫെസിലിറ്റീസ് ഒക്കെ മാക്സിമം കൊടുക്കുക. എൻഷുർ ബോത്ത് കെയറേഴ്സ് ആൻഡ് ചിൽഡ്രൻ വാഷ് ദെയർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. കുട്ടികളാണെങ്കിലും അവരെ നോക്കുന്നവരാണെങ്കിലും കെയർ ചെയ്യുന്നവരാണെങ്കിലും എന്ത് ചെയ്യണം, ഫ്രീക്വന്റ് ആയിട്ട് കൈകൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകണം. Hands should be washed whenever visibly dirty after touching any potential contaminated surface. അതായത് എപ്പോഴൊക്കെയാണ് കൈ കഴുകേണ്ടതെന്ന് മാക്സിമം ഇടയ്ക്കിടയ്ക്ക് കഴുകാൻ നോക്കുക. അതുകൂടാതെ എപ്പോഴൊക്കെയാണ് കഴുകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകളിൽ അഴുക്ക് കണ്ടാല് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കണ്ടാമിനേറ്റഡ് എന്തെങ്കിലും മലിനമായിട്ടുള്ള ചീത്തയായിട്ടുള്ള സാധനങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ, അതായത് ഡ്രെയിൻസ് അല്ലെങ്കിൽ നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്ന ക്ലോത്തുകൾ, അതെന്തെങ്കിലും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കൈകൾ നന്നായിട്ട് കഴുകണം. ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കൈകൾ നന്നായിട്ട് കഴുകണം. തുമ്മിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴൊക്കെ നമ്മളുടെ വായ അടച്ചു പിടിക്കുന്നത് കൊണ്ട് നമുക്കറിയാം നമ്മളുടെ കൈകളിലേക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ ഡ്രോപ്ലെറ്റ്സ് വീഴും. അപ്പൊ കൈകൾ നന്നായിട്ട് കഴുകണം. അതേപോലെ ആനിമൽസിനെയോ അല്ലെങ്കിൽ അവരുടെ കൂടുകൾ, ഈ ആനിമൽസിനെ വളർത്തുന്ന കൂടുകളൊക്കെ തൊട്ട് കഴിഞ്ഞാലും നമ്മൾ അവരുടെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ അതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളുടെ കൈകൾ നന്നായിട്ട് കഴുകണം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ്. നമുക്കിപ്പോൾ ആരുടെയെങ്കിലും ഇപ്പൊ കുട്ടികളുടെ ശരീരത്തിലാണെങ്കിലും മുറിവ് പറ്റിയാൽ പെട്ടെന്ന് ടീച്ചേഴ്സേ ഉണ്ടാവുള്ളൂ ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പൊ ആ ടീച്ചർ ആണെങ്കിലും എന്ത് ചെയ്യണം, കുട്ടികൾ ആർക്കാണോ അപകടം പറ്റിയത് ആ കുട്ടികളുടെ അവരും സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ തൊടും. ആ സമയത്ത് വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തൊടും. അപ്പൊ അവരുടെ കൈയും കെയർ ചെയ്യുന്ന ടീച്ചർ ആരാണോ ആ ടീച്ചറും കൈകൾ നന്നായിട്ട് കഴുകണം. കാരണം അതേ കൈ കൊണ്ട് തന്നെയാണ് അവർ പിന്നീട് മറ്റു കുട്ടികളെ തൊടുന്നതൊക്കെ. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാൻഡ്ലിംഗ് ഫുഡ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും ഒക്കെ ചെയ്യണം. അവരുടെ നാപ്പീസ് ചേഞ്ച് ചെയ്യുമ്പോഴും അവരുടെ പോട്ടീസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് ഹാൻഡ്സ് വാഷ് ചെയ്യണം. ഒരു മുറിവ് പറ്റിയാൽ അല്ലെങ്കിൽ അതിനൊരു അതിന് ഒരു മെഡിക്കേഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ആ മെഡിക്കേഷൻ കൊടുക്കുന്നതിന് സമയത്തിന് മുൻപ് തന്നെ നമ്മൾ കൈകളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കുട്ടികളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം സമയം, അതായത് ഏറ്റവും നല്ലത് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ. കാരണം കുട്ടികളുടെ ഇടയിലാണ് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നതാണ്. ഓരോ കുട്ടി ടോയ്ലറ്റിൽ പോകുമ്പോഴും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ സൂക്ഷിക്കേണ്ടത്, കൈകൾ എന്തുകൊണ്ടാണ് എപ്പോഴും കഴുകേണ്ടത് എന്നൊക്കെ ഉള്ളതിന്റെ ആവശ്യകതകൾ പറഞ്ഞ് മനസ്സിലാക്കുക. അടുത്തത് സൂപ്പർവൈസ് ചിൽഡ്രൻസ് ഹാൻഡ് വാഷിംഗ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അവരെങ്ങനെയാണ് കഴുകുന്നത് എന്നുള്ളത്. നമ്മൾ വെറുതെ വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിച്ച് കാണുക വേണം. സൂപ്പർവൈസ് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ പറയുന്ന ഡോണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്. അസ്യൂം ചിൽഡ്രൻ നോ ഹൗ ടു വാഷ് ദെയർ ഹാൻഡ്സ്. നമ്മൾ മുൻകൂട്ടി ഒരു ധാരണ ആക്കി വെക്കരുത് ആ കുട്ടികൾക്ക് ഇന്നതുപോലെ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ആ കുട്ടി ഇന്ന രീതിയിൽ നന്നായിട്ട് കൈ കഴുകിക്കോളും. അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. കുട്ടികളുടെ കൂടെ നിന്ന് അവരുടെ ഒപ്പം തന്നെ കൈ കഴുകുന്നത് കാണിച്ചു കൊടുക്കുകയും വേണം. അവരങ്ങനെയാണോ ചെയ്യുന്നതെന്ന് നമ്മൾ സൂപ്പർവൈസ് ചെയ്യുകയും വേണം. അടുത്തത് യൂസ് എ സിംഗിൾ ക്ലോത്ത് ടു ക്ലീൻ എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻസ് ഹൗസ് ഹാൻഡ്. ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രന്റെ ഹാൻഡ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ക്ലോത്ത് തന്നെ ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പേപ്പർ ടവലുകളുടെയൊക്കെ കാര്യം പറഞ്ഞത്. അടുത്തത് അലൗ ചിൽഡ്രൻ ടു ഈറ്റ് വിത്തൗട്ട് ഷോയിങ് ദെയർ വാഷ്ഡ് ഹാൻഡ്സ്. നിങ്ങളെ കുട്ടികൾ THEIR ആണ് കേട്ടോ, ഡയർ അല്ല, THEIR. അവരുടെ കൈകൾ കഴുകിയതിന് ശേഷം നിങ്ങളെ കൊണ്ട് കാണിക്കാതെ, അതായത് ആ ക്ലാസ്സിൽ ആരാണോ ടീച്ചറായിട്ട് ഇരിക്കുന്നത് ആ ടീച്ചറിനെ കാണിക്കാതെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കരുതെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് പറയണം നിർബന്ധമില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ ആക്ടിവിറ്റീസ് നമുക്ക് പറയാവുന്നതാണ്.
ആക്ടിവിറ്റീസിൽ എന്താ പറയേണ്ടത്? കുട്ടികൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കഴുകുന്നത്, കൈ കഴുകുമ്പോൾ എങ്ങനെയാണ് ഈ ജേംസ് റിമൂവ് ആവുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറെ രീതിയിൽ ടീച്ചേഴ്സ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ചിലവര് ഇങ്ങനെ അതൊരു കാർട്ടൂൺ പോലെയൊക്കെ കാണിച്ചു കൊടുക്കും, ചിലവർ അതൊരു ആക്ഷൻ ആയിട്ട് നാടകം പോലെയൊക്കെ കാണിച്ചു കൊടുക്കും. അതേപോലെ അത് ടീച്ചേഴ്സ്, ഒരു സ്കൂളിലെ ടീച്ചേഴ്സിന് എല്ലാവർക്കും കൂടിയിട്ടൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഗുഡ് ഹാൻഡ് വാഷിംഗ് എങ്ങനെയാണെന്നുള്ളത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. അടുത്തത് assess how many of children routinely wash their hands after using the toilet. അതേപോലെ എത്ര കുട്ടികളാണ് ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് കൈ കഴുകുന്നത് എന്നൊക്കെ ഉള്ളത് അസസ് ചെയ്യണം, നിരീക്ഷിക്കണം. അതേപോലെ ask the children to help draw or paint a poster that could be displayed near the toilet to help them remember to wash their hands. അതേപോലെ കുട്ടികളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും അവർക്ക് ഒരു പെയിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കാനൊക്കെ പറയാം. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇവരെ ഓർമ്മപ്പെടുത്താൻ, എപ്പോഴും ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ കൈകൾ വാഷ് ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരപ്പിച്ച് അവരുടെ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ എവിടെയെങ്കിലും ഇവർക്ക് ഇത് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതൊക്കെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത, remember that children will follow the example set by the adults who care for them. Make sure you always remember to wash your hands. നമുക്കറിയാം ഈ കുട്ടികൾ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ട് പഠിച്ചു തന്നെയാണ് അവരും വലുതാകുമ്പോൾ ഭൂരിഭാഗം അവരുടെ എല്ലാ പ്രവൃത്തികളും. അപ്പോ ഏറ്റവും ആദ്യം മാതൃക കാണിക്കേണ്ട നമ്മളാണ്. നമ്മളെപ്പോഴും കൈകൾ വൃത്തിയായി വാഷ് ചെയ്യാനായിട്ട് ഓർമ്മ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതെപ്പോഴും ചെയ്യണം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ടോയ്ലറ്റ് ഹൈജീൻ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിന്റെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. Although toilet bowls are highly likely to be contaminated with germs, the risk of transmission is usually low. നമ്മൾ എപ്പോഴും പറയും ടോയ്ലറ്റ് സീറ്റിൽ എപ്പോഴും എന്താ ഉള്ളത്, ജേംസ് ഉണ്ടെന്ന് പറയും. അതെപ്പോഴും അങ്ങനെയാണ് പറയുന്നതെങ്കിലും അവരുടെ റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് യൂഷ്വലി ലോ. പടർന്നു പിടിക്കൽ പൊതുവെ കുറവാണെന്നാണ് പറയുന്നത്. However, transmission may occur through direct contact with the contaminated surface. Transmission നടക്കുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോഴാണ്. അതായത് ബൈ ടച്ചിങ് ദ ടോയ്ലറ്റ് സീറ്റ്, ടോയ്ലറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്താ പറയുന്നത് സ്പ്ലാഷിംഗ് ഓർ സ്പ്രേയിങ് ഡ്യൂറിങ് ഫ്ലഷിംഗ്. നമുക്കറിയാം എന്തെങ്കിലും ജേംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് അത് സ്പ്ലാഷ് ചെയ്യുക, അതായത് തെറിക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുക. നമുക്കറിയാം ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വാട്ടർ, അതുകൊണ്ടാണ് ടോയ്ലറ്റ് സീറ്റൊക്കെ എപ്പോഴും അടച്ചിട്ടിട്ടൊക്കെ ഫ്ലഷ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം. അതിനൊരു കവർ പോലെ തന്നിട്ടുണ്ടാവില്ല സീറ്റിന്റെ കൂടെ, അപ്പോൾ അതൊക്കെ കവർ ചെയ്തിട്ട് വേണം എപ്പോഴും ഫ്ലഷ് ചെയ്യാൻ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ തെറിക്കുന്ന സമയത്തൊക്കെ ജേംസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ടോയ്ലറ്റ് ഷുഡ് therefore be checked regularly throughout the day and cleaned and disinfected as necessary. മാക്സിമം ടോയ്ലറ്റ് എപ്പോഴും റെഗുലർ, ഒരു ദിവസത്തിൽ ഒരു തവണ എന്നല്ലാതെ റെഗുലർ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതിന് ഓരോ സമയം വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്. അതേപോലെ അത് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ, എന്തെങ്കിലും കുട്ടികൾക്ക് അസുഖങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് തന്നെ അറിയാം ഇച്ചിരി ഇൻഫെക്ഷന് ചാൻസ് ഉള്ള സമയമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. മറ്റു കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും സ്വാഭാവികമായിട്ടും ബാക്കി കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് ഉണ്ട്. ആ സമയത്തൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. The frequency of cleaning and maintenance procedures will depend on how many children use the facilities and whether the children have good toilet habits. ഈ frequent cleaning പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കുട്ടികളാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത്, അതേപോലെ എത്ര പേർക്ക് ഗുഡ് ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഉണ്ട്. ഗുഡ് ടോയ്ലറ്റ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതാണ് ടോയ്ലറ്റ് സീറ്റ്. അവരിപ്പോ യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈകൾ കഴുകുന്നത്, അതേപോലെ അവർ ഉപയോഗിക്കുന്ന സ്ഥലം അവരെപ്പോഴും വൃത്തിയായിട്ട് ഇട്ടേക്കും. അല്ലെങ്കിൽ എന്താ പറയുന്നത് ഫ്ലഷ് ചെയ്യാതെ, അല്ലെങ്കിൽ എന്താ പറയുന്ന ചീത്തയായിട്ടൊക്കെ ഉപയോഗിക്കാതെ മാക്സിമം നല്ല രീതിയിൽ വൃത്തിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഗുഡ് ടോയ്ലറ്റ് ഹാബിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തെരുതെരെ എപ്പോഴും പോയി ക്ലീൻ ചെയ്യണം എന്നൊരു നിർബന്ധം പറയാൻ പറ്റത്തില്ല. അപ്പോൾ എത്ര കുട്ടികൾ ഉപയോഗിക്കുന്നു, അവർ ഉപയോഗിക്കുന്നത് ഗുഡ് ടോയ്ലറ്റ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഗുഡ് ടോയ്ലറ്റ് ഹാബിറ്റിലാണ് അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് ഫ്രീക്വന്റ് ക്ലീനിങ് കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ന ഫാക്ടേഴ്സിനെ ബന്ധപ്പെടുത്തിയായിരിക്കും. Although chemical disinfectants are effective, germs multiply quite rapidly in the environment. So a continuous release or sustained action disinfect may be useful.
കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് അത് ഭയങ്കര എഫക്റ്റീവ് ആണെങ്കിലും ജേംസ് മൾട്ടിപ്ലൈ ക്വൈറ്റ് റാപ്പിഡ്ലി ഇൻ ദ എൻവയോൺമെന്റ്. ഈ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ജേംസ് പെട്ടെന്ന് വർദ്ധിക്കാനുള്ള ചാൻസ്, അതായത് വലിയ രീതിയിൽ വലിയ തോതിൽ ജേംസ് വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ എ കണ്ടിന്യൂസ് റിലീസ് ഓഫ് സസ്റ്റൈൻഡ് ആക്ഷൻ ഡിസിൻഫെക്ട് മേ ബി യൂസ്ഫുൾ. അതുകൊണ്ട് ഈ ഡിസിൻഫെക്റ്റൻസ് എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു എന്താ പറയുന്നത് എപ്പോഴും ഒരു ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ടോയ്ലറ്റ് ഒക്കെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഫിനോയില് അല്ലെങ്കിൽ ജേംസിനെ കൊല്ലുന്ന ടൈപ്പ് നമുക്കറിയാം കുറെ ക്ലീനേഴ്സ് ഉണ്ട്, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച് ടോയ്ലറ്റ് ഒരു ദിവസത്തിൽ തന്നെ ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഒക്കെ 2-3 തവണ സ്കൂളുകളിൽ കഴുകുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും അസുഖമുള്ള സമയത്താണെങ്കിൽ അത് 2-3 എന്നുള്ളത് മാറി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ എണ്ണത്തിനും അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര തവണ കഴുകണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഡൂസും ഡോൺസും ആണ് അടുത്ത് പറയുന്നത്. ഡൂസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. Clean and disinfectant toilets and frequent hand contact surfaces regularly. അതായത് എപ്പോഴും ചെയ്യേണ്ടത് ഈ ടോയ്ലറ്റ് എപ്പോഴും ഡിസിൻഫെക്റ്റൻസ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഹാൻഡ്സ്, ഈ സർഫസിലൊക്കെ കോണ്ടാക്ട് ചെയ്യുന്ന ഹാൻഡുകൾ കൈകളും എപ്പോഴും വൃത്തിയായിട്ട് കഴുകണം. അടുത്തത് യൂസ് ഡിസ്പോസിബിൾ ക്ലീനിങ് ക്ലോത്ത്സ്. ഉപയോഗിച്ച ക്ലീനിങ് ക്ലോത്ത് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പോസിബിൾ ക്ലീനിങ് ക്ലോത്ത്സ് ഉപയോഗിക്കാം. അടുത്തത് വാഷ് യുവർ ഹാൻഡ്സ് വെൻ യു ഹാവ് ഫിനിഷ്ഡ് ക്ലീനിങ്. ക്ലീനിങ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ കൈകൾ കഴുകിയിരിക്കണം. അടുത്തത് ഡോൺസ്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്. യൂസ് ടോയ്ലറ്റ് ക്ലീനിങ് ക്ലോത്ത്സ് ഇൻ അതർ ഏരിയാസ് ഓഫ് ദ ചൈൽഡ് കെയർ സെറ്റിംഗ് ഓർ ഇൻ ഹോം. നമ്മുടെ വീട്ടിലാണെങ്കിലും ചൈൽഡ് കെയർ ഇപ്പോ എന്താ പറയുന്ന ഡേ കെയർ ആണെങ്കിലും നമ്മുടെ KG ക്ലാസ് ചെറിയ ക്ലാസ് കുട്ടികളുടെ ക്ലാസ് റൂം ഒക്കെ ആണെങ്കിലും ടോയ്ലറ്റിൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച ക്ലോത്ത്സ് ഒരിക്കലും മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിക്കരുത്. അടുത്തത് ലീവ് മോപ്സ് ഓർ ക്ലോത്ത്സ് ലൈയിങ് ഇൻ ഡേർട്ടി വാട്ടർ. മോപ്പോ അല്ലെങ്കിൽ ക്ലോത്ത് നമ്മൾ തറ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് ആണെങ്കിലും ഇപ്പൊ ഒരു ഡേർട്ടി വാട്ടറിൽ ഒരിക്കലും ഇട്ടിട്ട് പോകരുത്. ഒന്നില്ലെങ്കിൽ നമുക്കത് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കഴുകിയെടുക്കുക, അല്ല കളയേണ്ടതാണെങ്കിൽ ഉടനെ തന്നെ കളയുക. ഒരിക്കലും ഡേർട്ടി വാട്ടറിൽ അത് ലീവ് ചെയ്തിട്ട് പോകരുത്. അടുത്തത് ഹലോ അല്ലാട്ടോ, അലൗ എന്നാണ്, അലൗ ഡേർട്ടി ക്ലോത്ത്സ് ഓർ മോപ്സ് ടു ബി റീയൂസ്ഡ്. നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കഴുകിയെടുത്ത് റീയൂസിന് വേണ്ടി വീണ്ടും ഉപയോഗിക്കാൻ തക്കതായിട്ടുള്ള രീതിയിൽ എടുത്തു വെക്കുക. അല്ല അത് കളയേണ്ടതാണെങ്കിൽ ഉടനെ തന്നെ കളയണം. അടുത്തത് ഫീഡിംഗ് എക്യുപ്മെന്റ്സ് ഹൈജീൻ. നമുക്കറിയാം ഭക്ഷണം കൊടുക്കുന്ന പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നമ്മൾക്ക് ചെറിയ മക്കൾ ഉണ്ടാവുന്ന പ്രായം മുതലേ നമ്മൾ ചെയ്യാറുണ്ട്. ഒരു 3-3.5 വയസ്സ് വരെ എല്ലാവരും മാക്സിമം 3-3.5 വയസ്സ് ഇപ്പൊ ചിലവരൊക്കെ ഉണ്ടാവുള്ളൂ, എന്നാലും ഒരു 2-2.5 വയസ്സ് വരെ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിലുകളായാലും നിപ്പിൾസ് ആയാലും അതേപോലെ ചെറിയ ചെറിയ പാത്രങ്ങൾ, അവർക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ എപ്പോഴും തിളപ്പിച്ചിട്ട് നന്നായി സ്റ്റെറിലൈസേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ എടുക്കാറുള്ളൂ. Infant feeding utensils, teething aids and dummies must be decontaminated between uses by boiling or by using a suitable disinfectant product to protect babies from infection. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ തിളപ്പിക്കാം, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ഡിസിൻഫെക്റ്റന്റ് പ്രോഡക്റ്റ് അവർ വായിൽ വെക്കാത്ത സാധനങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിസിൻഫെക്റ്റന്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. These products are referred to as sterilizing products. ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, sterilizing products എന്ന് പറയുന്നത്. However, they actually achieve disinfection. അതിൽ എന്തുണ്ടാവില്ല, ഇൻഫെക്റ്റഡ് അല്ലായിരിക്കും. അതുകൊണ്ടാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ്. നന്നായിട്ട് പാത്രങ്ങളായാലും അവർ ഉപയോഗിക്കുന്നത്, നമ്മൾ പാലിന്റെ കുപ്പി, ചെറിയ കുപ്പികളൊക്കെ ബോട്ടിൽ നമ്മൾ കൊണ്ടുപോകത്തില്ലേ പുറത്തൊക്കെ, അത്തരത്തിലുള്ള കുപ്പികളൊക്കെ നന്നായിട്ട് കുറെ നേരം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. All traces of milk must be removed from bottles and teats prior to sterilization. നമ്മൾ ഇതിങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതിന് മുൻപ്, അതായത് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് ബോയിൽ ചെയ്യാൻ എടുക്കുന്നതിന് മുൻപ് തന്നെ എന്താ ചെയ്യേണ്ടത്,
കുട്ടികളുടെ പാലിന്റെ കുപ്പിയിലാണെങ്കിലും ഇവിടെ ടീപ്സ് എന്ന് പറയുന്നത് ചായപ്പൊടി, ചായ മട്ടിനെയാട്ടോ പറയുന്നത്. ഇപ്പൊ നമ്മൾ അത് ചായയൊക്കെ കൊടുക്കുന്ന ചെറിയ പാത്രത്തിലൊക്കെ ആണെങ്കിലും അതിന്റെ നമുക്കറിയാം പാലൊക്കെ കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ അത് എന്തോരം അളവിലുണ്ടായിരുന്നു ആ ഭാഗത്ത് ചെറിയ ഇങ്ങനെ ഒരു പാട കിട്ടുന്ന പോലെ അല്ലെങ്കിൽ വട്ടം ഒരു ചെറിയ മാർക്കൊക്കെ വരും. ആ കുപ്പികളൊക്കെ ആ അഴുക്കുകളെല്ലാം ഇങ്ങനെ പാട കെട്ടിയത് വരെ ഉള്ളത് നമുക്കറിയാം. നമുക്ക് കുപ്പികളൊക്കെ കഴുകുന്ന ബ്രഷ് കിട്ടും, അതെല്ലാം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിനു ശേഷം മാത്രമേ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഇടാൻ പാടുള്ളൂ. അതായത് തിളപ്പിക്കുന്ന നമ്മൾ ഏത് പാത്രം വെച്ചിട്ടാണോ ഇതൊക്കെ ഇങ്ങനെ ബോയിൽ ചെയ്തെടുക്കുന്നത് അതിനകത്തേക്ക് ഇടാൻ പാടുള്ളൂ. കാരണം ഈ ചെറിയ ചെറിയ ഇങ്ങനത്തെ കുപ്പികളൊക്കെ വൃത്തിയായിട്ട് കഴുകാതെ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പാത്രത്തിലൊക്കെ ചിലപ്പോൾ കുറുക്കിന്റെ എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം ചെറിയ പാട പോലെയൊക്കെ കെട്ടുന്നുണ്ടെന്ന്. അപ്പൊ ആ പാടുകൾ അല്ലെങ്കിൽ അത് ഭക്ഷണത്തിന്റെ ഒരു അംശം തന്നെയാണല്ലോ ആയിരിക്കുന്നത്. അപ്പൊ അതൊന്നും വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തിളപ്പിക്കുമ്പോൾ നമുക്കത് കംപ്ലീറ്റ്ലി സ്റ്റെറിലൈസ്ഡ് ആയ അണുവിമുക്തമായി എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഡൂസും ഡോൺസും ഉണ്ട്. അപ്പൊ ഡൂസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. വാഷ് ബോട്ടിൽസ് ആൻഡ് ടീത്ത്സ് thoroughly using detergent. കുട്ടികളുടെ ഹാനികരമല്ലാത്ത ഡിറ്റർജൻസ് നമുക്ക് കിട്ടും, അത് ഉപയോഗിച്ച് അവരുടെ കുപ്പികളൊക്കെ നന്നായിട്ട് കഴുകണം. അതേപോലെ നമുക്ക് അതിന്റെ ബ്രഷ് കിട്ടും, ആ ബ്രഷ് ഉപയോഗിച്ച് വേണം കഴുകാൻ. നമ്മൾ സ്റ്റെറിലൈസിങ്ങിന് മുമ്പ് തന്നെ നല്ല ക്ലിയർ വാട്ടറിൽ, നമ്മൾ നേരത്തെ ഹാൻഡ് വാഷിംഗ് പറഞ്ഞതുപോലെ റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം സ്റ്റെറിലൈസിങ്ങിന് വേണ്ടിയിട്ട് അത് ഇടാനായിട്ട്. അടുത്തത് ensure bottle brushes are thoroughly cleaned and then placed in the sterilizer with the teats and bottles. അതേപോലെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ്, ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രഷ് പറഞ്ഞല്ലോ, ആ ബ്രഷ് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കഴുകിയതിനു ശേഷം അതും ഈ കൂട്ടത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തത് if you are using a cold sterilizing unit, immerse all items for the recommended time in solution prepared according to the manufacturer's instruction. ചിലവരുണ്ട് കോൾഡ് സ്റ്റെറിലൈസിങ് യൂണിറ്റ് ഉണ്ട്, സാധനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് കോൾഡ് സ്റ്റെറിലൈസിങ് മെത്തേഡ്സ്. അത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന്റെ മാനുഫാക്ചേഴ്സ് പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസും അനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ. റിൻസ് ഓഫ് ദി സ്റ്റെറിലൈസിങ് സൊല്യൂഷൻ യൂസിങ് കോൾഡ് ബോയിൽഡ് വാട്ടർ നോട്ട് ടാപ്പ് വാട്ടർ. അതിനുശേഷം നമ്മൾ ഇത് റിൻസ് ചെയ്തെടുക്കേണ്ടത്, വീണ്ടും ഒന്ന് കഴുകിയെടുക്കേണ്ട സ്റ്റെറിലൈസേഷന് ശേഷം, അല്ലെങ്കിൽ സ്റ്റെറിലൈസിങ് സൊല്യൂഷൻ ഒഴിച്ച സാധനങ്ങൾ, പാത്രങ്ങൾ, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കൂൾഡ് ബോയിൽഡ് വാട്ടറിൽ വേണം എടുക്കാനായിട്ട്. അതായത് തിളപ്പിച്ച് ആറിയ തണുത്ത വെള്ളത്തിൽ വേണം ഇതൊക്കെ കഴുകി എടുക്കാനായിട്ട്, ടാപ്പ് വാട്ടറിലല്ല കഴുകേണ്ടത്. ബോയിൽഡ് വാട്ടറിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിനകത്ത് എന്താണ് ജേംസ് ഒന്നും ഉണ്ടാവത്തില്ല. അടുത്തത് കൺസിഡർ യൂസിങ് എ സ്റ്റീം സ്റ്റെറിലൈസർ വിച്ച് ഈസ് ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ്. എപ്പോഴും നല്ലത് സ്റ്റീം സ്റ്റെറിലൈസർ ആണ്, അപ്പൊ അത് മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ റിമൂവിങ് ഐറ്റംസ് ഫ്രം ദ സ്റ്റെറിലൈസർ. സ്റ്റെറിലൈസറിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നതിന് മുൻപേ നമ്മുടെ കൈകൾ നന്നായിട്ട് വൃത്തിയാക്കുക. ചെക്ക് എക്യുപ്മെന്റ് ബിഫോർ ഈച്ച് യൂസ് ആൻഡ് ഡിസ്കാർഡ് ഇഫ് ഇറ്റ് ഹാസ് ബിക്കം വോൺ ഓർ ഡാമേജ്ഡ്. നമ്മൾ എടുക്കുന്ന ഓരോ സാധനങ്ങളും, ബോട്ടിൽസ് ആയാലും അതിന്റെ ചെറിയ യൂട്ടൻസിൽസ് ഒക്കെ ആയാലും എന്താ ചെയ്യേണ്ടത്, ഓരോ യൂസിന് മുൻപും അത് എടുക്കുക, നന്നായിട്ട് അതൊന്ന് നോക്കിയതിന് ശേഷം, വൃത്തി തന്നെയല്ല അതിലെന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ, അതായത് എന്താ പറയുന്ന ടോൺ ചെയ്ത് അല്ലെങ്കിൽ വോൺ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ആ എക്യുപ്മെന്റ് കളയുക. അത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അടുത്തത് ഡോണ്ട് interrupt the sterilizing process by adding extra items to the sterilizer unit during the recommended immersion time. നമുക്കറിയാം എത്ര സമയമാണ് ഇതൊക്കെ മുങ്ങി കിടക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന്റെ ഇടയിൽ വീണ്ടും വീണ്ടും പുതിയ സാധനങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ട് സ്റ്റെറിലൈസിങ് പ്രോസസ്സ് എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ അത് സ്റ്റെറിലൈസേഷൻ നശിപ്പിക്കരുത്. അത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ആ ഒരു സമയം വരെ വൃത്തിയായിട്ട് നടക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഫുഡ് ആൻഡ് കിച്ചൺ ഹൈജീൻ. നമ്മൾ ഭക്ഷണം അല്ലെങ്കിൽ അടുക്കള, ഈ രണ്ട് കാര്യങ്ങളാണ് അടുത്തത്. ജംസ് ദാറ്റ് കോസ് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസസ് ക്യാൻ ബി സ്പ്രെഡ് ബൈ കൺസ്യൂമിങ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. നമുക്കറിയാം ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പടരുന്ന ധാരാളം രോഗങ്ങൾ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഒരാളിൽ നിന്ന് അല്ല മറ്റൊരാളിലേക്ക് പകരുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും തന്നെയാണ്. ഫുഡ് പോയ്സണിങ് germs can be found in food poisoning germs ഉണ്ട്. അത് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത് raw food including meat, poultry, eggs, fish and seafood. ഈ പറഞ്ഞ ഐറ്റംസിലൊക്കെയാണ് germs, food poisoning germs പ്രധാനമായിട്ടും കാണുന്നത്. അതേപോലെ unwashed fruits and vegetables, പിന്നെ soil, intestine of humans and animals, untreated water, dust and insects. ഈ പറഞ്ഞ കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും germsനെ കാണുന്നത്.
അതായത് ഫുഡ് പോയിസണിങ് ജെംസ് ഉണ്ടാവുന്നത് റോ ഫുഡ് പച്ചയ്ക്കുള്ള ഫുഡ് ഐറ്റംസിൽ നിന്ന്. അത് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്? മീറ്റ്, പൗൾട്രി, എഗ്, ഫിഷ്, സീ ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങൾ. അൺവാഷ്ഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അടുത്തത് സോയിൽ, ഇൻഡസ്റ്റൈൻസ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്. നമുക്കറിയാം ഇൻഡസ്റ്റൈൻസ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് കഴിക്കുന്നവരുണ്ട്. പിന്നെ അൺട്രീറ്റഡ് വാട്ടർ, ഡസ്റ്റ് ആൻഡ് ഇൻസെക്ട്സ്. ദീസ് ജേംസ് ഇൻക്ലൂഡ് സാൽമോണല്ല. ഇപ്പൊ പറയുന്നതൊക്കെ കുറച്ച് ജേംസിന്റെ പേരാണ്. സാൽമോണല്ല, ഡിസെൻട്രി, ഷിജല്ല, ടൈഫോയിഡ്, കാംബ്ലിയോബാക്ടർ, ഈക്കോളി ആട്ടോ, ഈക്കോയിൽ അല്ല, ഈക്കോളി, ഗിയാർഡിയ, ക്രിപ്റ്റോഡിയം ആൻഡ് ദ വൈറസ് ദാറ്റ് കോസസ് ഹെപ്പറ്റൈറ്റിസ് എ. ഇതൊക്കെയാണ് ഇത്തരം ഭക്ഷണത്തിലൂടെ പ്രധാനമായിട്ടും പടരുന്ന വൈറസുകൾ. They are carried in feces and can be spread directly from person to person. ഇതെല്ലാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്വാഭാവികമായിട്ടും പടരുന്ന കാര്യങ്ങളാണ്. They can also spread indirectly via unwashed hands to other places, tap, toilet, flushes and food. The best way to avoid food poisoning and waterborne diseases are by good food hygiene and hand washing. അതേപോലെ നമ്മൾ കൈ കഴുകുന്നതിൽ നിന്ന്, ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം? ഇതെല്ലാം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് നന്നായിട്ട് വൃത്തിയായിട്ട് ഗുഡ് ഫുഡ് ഹൈജീൻ, നല്ല സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത്, നല്ല ഏറ്റവും വൃത്തിയായിട്ടുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ കൈകൾ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷവും ഉണ്ടാക്കി കഴിഞ്ഞൊക്കെ എന്ത് ചെയ്യണം? കൈകൾ നന്നായിട്ട് വാഷ് ചെയ്യാം. ഇനി അതിന്റെ ഡൂസും ഡോൺസും ആണ് നമ്മൾ പറയുന്നത്. ഡൂസ് ആണ് പറയാൻ പോകുന്നത്. എൻഷുർ ഓൾ കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ് യൂട്ടൻസിൽസ് ആൻഡ് വർക്ക് സർഫസസ് ആർ സ്പോട്ട്ലെസ്ലി ക്ലീൻ ബിഫോർ യൂസ്. നമ്മൾ എടുക്കുന്ന എല്ലാ കുക്ക് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപേ ക്ലീൻ ആൻഡ് നീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ യു ഓൾവേസ് വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ടച്ചിങ് ഫുഡ്സ് ആൻഡ് ആഫ്റ്റർ ഹാൻഡിലിംഗ് റോ മീറ്റ് ആൻഡ് പൗൾട്രി. അതേപോലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സാധനങ്ങൾ നമ്മളുടെ കൈകൾ നല്ല വൃത്തിയായതിനു ശേഷം മാത്രമേ ഇപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കാൻ നേരെ തീയിലേക്ക് വെക്കുന്ന പാത്രങ്ങളിലേക്കൊക്കെ എടുക്കുന്നതും അതെല്ലാം നല്ല വൃത്തിയുള്ള കൈകളോടുകൂടി മാത്രം എടുക്കുക. അതേപോലെ മീറ്റ്, MEAT മീറ്റ് ആട്ടോ, ഹാൻഡ്ലിംഗ് റോ മീറ്റ് ആൻഡ് പൗൾട്രി, അതൊക്കെ പച്ചയായിട്ടുള്ള ഇറച്ചി മീനൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കൈകൾ വാഷ് ചെയ്തതിനു ശേഷം മാത്രമേ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു മെത്തേഡ്സിലേക്ക് പോകാൻ പാടുള്ളൂ. വാഷ് സാലഡ്സ് ആൻഡ് റോ വെജിറ്റബിൾസ് വെൽ ടു റിമൂവ് ഓൾ ട്രേസസ് ഓഫ് സോയിൽ ആൻഡ് ഇൻസെക്ട്സ്. നമുക്കറിയാം പച്ചയ്ക്ക് കഴിക്കുന്ന ധാരാളം വെജിറ്റബിൾസ് ഉണ്ട്, സാലഡ് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ചെക്ക് യൂസ് ബൈ ഡേറ്റ്സ് ആൻഡ് അവോയ്ഡ് ഡാമേജ്ഡ് ഫുഡ് ഓർ പാക്കേജസ്. അതുകൊണ്ട് അടുത്തതാണ് നമ്മൾ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും എല്ലാ ഐറ്റത്തിന്റെ മാക്സിമം നോക്കണം. ഡാമേജ് അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ നമുക്കറിയാം ബ്രെഡിന്റെ ഒക്കെ പാക്കറ്റിൽ 2-3 ദിവസം കഴിയുമ്പോഴേക്കും പച്ച കളറിലെ പൂപ്പിലൊക്കെ പിടിച്ചു തുടങ്ങാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അതെല്ലാം വരുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ അത് നമുക്കറിയാം ബ്രെഡൊക്കെ ആണെങ്കിൽ തിരിച്ചാ കടക്കാർ തന്നെ എടുക്കും. ഡാമേജ്ഡ് ഫുഡൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. അതൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്. കീപ് സാലഡ്, പെറിഷബിൾ ഫുഡ് ആൻഡ് എഗ്സ് ഇൻ ദ ഫ്രിഡ്ജ്. സാലഡ് അതേപോലെ നമുക്ക് മറ്റ് പെറിഷബിൾ ഫുഡ്സ് എന്നാ പറയുന്നത്. പെറിഷബിൾ മീനിങ് നശിച്ചു പോകുന്നതെന്നാട്ടോ. അതായത് നമുക്കറിയാം പുറത്തിരുന്ന ചില ഫുഡ് ഐറ്റംസ് ചീത്തയായി പോകും പെട്ടെന്ന്. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ്, എഗ്ഗ്, ഇതെല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രീസർ എപ്പോഴും 0 to 5 ഡിഗ്രി, ഫ്രീസർ അല്ല റെഫ്രിജറേറ്റർ ആണ്, റെഫ്രിജറേറ്റർ ആട്ടോ. എപ്പോഴും 0 to 5 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം. ഫ്രീസർ 18 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്തത് അവോയ്ഡ് കോണ്ടാക്ട് ബിറ്റ്വീൻ റോ ആൻഡ് കുക്ക്ഡ് ഫുഡ്. പാചകം ചെയ്ത ഭക്ഷണവും പച്ചയായിട്ടുള്ള, അതായത് വേവിക്കാത്തതും വേവിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരിക്കലും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവാൻ പാടില്ല എന്നാ പറയുന്നത്. അടുത്ത ക്ലീൻ ആൻഡ് ഡിസിൻഫെക്ട് ചോപ്പിംഗ് ബോർഡ്സ് റെഗുലർലി. ഡിസിൻഫെക്ട് ചോപ്പിംഗ് ബോർഡ്സ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചോപ്പിംഗ് ബോർഡ്സ് ക്ലീനും ആയിരിക്കണം, ഡിസിൻഫെക്റ്റും ചെയ്യണം. കവർ റോ മീറ്റ് ഓർ defrosting food and store uncooked meat at the bottom of the ഫ്രിഡ്ജ്. അതായത് നമ്മൾ കവർ ചെയ്തിട്ട് വേണം റോ മീറ്റ് ആയാലും, അതായത് വേവിക്കാത്ത ഇറച്ചി, മത്സ്യം എന്തായാലും അത് എന്ത് ചെയ്യണം? കവർ ചെയ്യണം. അതേപോലെ ഡീഫ്രോസ്റ്റിംഗ് ഫുഡ്, നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഫുഡ്, അതേപോലെ അൺകുക്ക്ഡ് മീറ്റ്, പാചകം ചെയ്യാത്ത ഇതൊക്കെ നന്നായിട്ട് കവർ ചെയ്തതിനു ശേഷം വേണം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി. എൻഷുർ ഫുഡ് ഈസ് കുക്ക്ഡ് thoroughly and evenly. ഒരേപോലെ എല്ലായിടത്തും
കുക്ക് ചെയ്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ടെങ്കിൽ ചൂടാക്കേണ്ട സാധനമാണെങ്കിൽ ഒരേപോലെ എല്ലായിടത്തും ചൂടായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം മാത്രം എന്ത് ചെയ്യാൻ, ഉപയോഗിക്കാൻ. Ensure cooked food is eaten immediately or cooled and refrigerated within 1 or 2 hours. Food should not be reheated more than once and should be served piped hot. അതായത് നമ്മൾ പെട്ടെന്ന് കഴിക്കേണ്ട, ensure cooked food is eaten immediately, പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം എത്രയും വേഗം കഴിക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ cool and refrigerated within 1 to 2 hours. കുറേ നേരം പുറത്തിരുന്നിട്ട് വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഉടനെ തന്നെ വെക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. അതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കുന്ന സാധനം ഒരു തവണ തന്നെ ചൂടാക്കുമ്പോൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ എടുത്തു ഇന്ന് കുറച്ചെടുത്ത് ചൂടാക്കി വീണ്ടും ബാക്കി വന്നു പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചു, അതിലൊക്കെ നല്ലത് ഒരു തവണ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് മാക്സിമം ആ സമയത്തിനുള്ളിൽ തന്നെ റീഹീറ്റ്, ഒരു തവണത്തിൽ കൂടുതൽ വീണ്ടും വീണ്ടും ചൂടാക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ യൂസ് എ സെപ്പറേറ്റ് ഏരിയ ഫോർ ദ ഹൈജീനിക് പ്രിപ്പറേഷൻ ഓഫ് ബേബീസ് ഫുഡ്. കുട്ടികളുടെ ഭക്ഷണം റെഡിയാക്കുന്നതിന്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ ഭക്ഷണം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈജീനിക് ഏരിയ അല്ലെങ്കിൽ എപ്പോഴും ഒരു സെപ്പറേറ്റ് ഏരിയ, നല്ല ക്ലീൻ ആയി കിടക്കുന്ന ഒരു ഏരിയയിൽ വെച്ച് മാക്സിമം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ഡോണ്ടിൽ പറയുന്നത് ഡ്രിങ്ക് അൺപാസ്റ്റേർഡ് മിൽക്ക് ഓർ ഗീവ് ഇറ്റ് ടു ചിൽഡ്രൻ. നമുക്കറിയാം തിളപ്പിക്കാത്ത അല്ലെങ്കിൽ പാസ്റ്ററൈസ്ഡ് അല്ലാത്ത പാല് കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കരുത്. ഈറ്റ് റോ ഓർ ലൈറ്റ്ലി കുക്ക്ഡ് എഗ്സ്, അതേപോലെ അധികം വേവിക്കാത്ത മുട്ട അല്ലെങ്കിൽ അൺകുക്ക്ഡ് ഡിഷസ് വിത്ത് ദം. ഈ അധികം വേവിക്കാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും കുട്ടികൾക്കും കൊടുക്കരുത്, വലിയവരും ഒരു പരിധിവരെ അത് കഴിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. ഈറ്റ് മീറ്റ് ദാറ്റ് ഈസ് അണ്ടർ കുക്ക്ഡ് ഓർ സ്റ്റിൽ പിങ്ക്. ഒരിക്കലും നമ്മൾ ഇപ്പോഴും പറയാറുണ്ട് ഇറച്ചിയൊക്കെ വേവിക്കുമ്പോൾ ചോര കളർ അല്ലെങ്കിൽ റെഡ് കളറുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അതിന്റെ കാരണം ആ മീറ്റ് ഒന്നും ഒരിക്കലും നന്നായിട്ട് എന്താ പറയുന്നത് വേവിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അത് ഒരിക്കലും കഴിക്കരുത് എന്ന് പറയുന്നത്. അടുത്തത് ഈറ്റ് പെയ്റ്റ് ഓർ റൈപ്പൻഡ് സോഫ്റ്റ് ചീസ് ഇഫ് യു ആർ പ്രഗ്നന്റ്. ഞങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ എന്ത് കഴിക്കരുത്, പെയ്റ്റ് ഓർ റൈപ്പൻഡ് സോഫ്റ്റ് ചീസ് എന്ന് പറയുന്നത്. അതിനൊരു കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബ്ലൂ ചീസസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കരുത്. അലൗ ചിൽഡ്രൻ ടു ഈറ്റ് ദോസ് ഫുഡ്സ്. കുട്ടികളെയും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കാൻ അനുവദിക്കരുത്. Allow pets on kitchen surfaces. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന കിച്ചൺ ടോപ്പിൽ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊന്നും എന്ത് ചെയ്യരുത്, നമ്മുടെ പെറ്റുകൾ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ് ആനിമൽസിനെ ഒന്നും ഇരുത്തുവോ അല്ലെങ്കിൽ അവരെ അവിടെ വരാനായിട്ടൊന്നും അനുവദിക്കരുത്. റീഫ്രീസ് ഫുഡ് വൺസ് ഇറ്റ് ഹാസ് ഡീഫ്രോസ്റ്റഡ്. തണുപ്പ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്, റീഫ്രീസ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് allow children into the kitchen unless it is being used solely for a supervised children's activity. ഒരാള് നമുക്ക് കുട്ടികളെ നമ്മൾ കിച്ചണിൽ എന്തായാലും അവരെ അനുവദിക്കണം. പക്ഷെ എങ്ങനെയായിരിക്കണം, നമ്മൾ ഒരാള് കൂടെ നിന്ന് സൂപ്പർവിഷനോട് കൂടി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കാരണം അവർക്ക് അറിയില്ല എങ്ങനെയാണ് ചില യൂട്ടൻസിൽസ് കഴുകേണ്ടതെന്ന് അറിയില്ല, അതേപോലെ വെജിറ്റബിൾസ് ഏതൊക്കെ വാഷ് ചെയ്താണ് എങ്ങനെ വേണം വാഷ് ചെയ്യാനൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാള് ഫ്രണ്ടിൽ നിന്ന് വേണം അവർക്ക്, അതായത് അവരൊരു സൂപ്പർവിഷനോട് കൂടി വേണം അവരിതെല്ലാം ചെയ്യാനായിട്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മളുടെ ഈ ചുറ്റുപാടുള്ള സാഹചര്യത്തിൽ നമ്മൾ പറയാറുണ്ട് വാങ്ങുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ മാക്സിമം മഞ്ഞളിലോ അല്ലെങ്കിൽ ഉപ്പിലൊക്കെ കുറച്ചു നേരം വെള്ളത്തിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ഒഴിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. അതായത് ഫുഡ് സേഫ്റ്റി, അത്രേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. അടുത്തത് ടോയ്സ് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay, then bye. See you in the next class. Bye.